ചാലിശ്ശേരി വാണി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പൂരത്തോടനുബന്ധിച്ച് തലേ ദിവസം നടക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചാലിശ്ശേരി പൂരാണ് മാർച്ച് 1-ന്. നമ്മുടെ 3 ജില്ലക്കാരുടെ പൂരാണ്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ചാലിശ്ശേരി പൂരവാണിയം കാണാൻ പോകുന്നത്. ചാലിശ്ശേരി എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, കാരണം വേഗം കണ്ടിട്ട് പോവാലോ വിചാരിച്ചിട്ട്. ഒരു മായാലോകത്ത് എത്തിയ പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. അത്രയും സാധനങ്ങളുണ്ട്. ഞങ്ങൾക്കിതൊരു കൗതുകം തന്നെയായിരുന്നു. നമ്മുടെ സരസമേള ഇപ്രാവശ്യം ചാലിശ്ശേരി വെച്ചിട്ടായിരുന്നു. അതുപോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ ചിക്കിലി ഉണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം. കുട്ടികളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് പൈസ വെച്ചിട്ട് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ബലൂൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചട്ടികളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ബെസ്റ്റ് വോയിസോറ് കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് ബലൂൺ വാങ്ങിയില്ല എന്നുള്ള ഓർമ്മ വന്നത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അധികമൊന്നും വാങ്ങും ചെയ്തില്ല കേട്ടോ. വേദുവിന് ഒരു കളിപ്പാട്ടം വാങ്ങി, പിന്നെ അവൾക്ക് ഒരു സാധനം വാങ്ങി, എന്തോ സ്റ്റിക്കർ എന്തോ വാങ്ങി കേട്ടോ. പിന്നെ ഒരുപാട് കീ ചെയിനുകൾ, അതുപോലെ തന്നെ പാദസരങ്ങൾ, പിന്നെ നമ്മുടെ അച്ചിലുള്ള മൈലാഞ്ചി കമ്മലുകളുടെ ഒരു ലോകമാണ് കേട്ടോ. പെൺകുട്ടികളൊക്കെ അവിടെ നിന്ന് പോവേ. ആൺകുട്ടികൾക്കും വാങ്ങാം, അമ്മയ്ക്കും ഭാര്യയ്ക്കും അനിയത്തിക്കും ചേച്ചിക്കും ആർക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കേ. പിന്നെ എല്ലാറ്റിനും നല്ല റേറ്റാണ് കേട്ടോ. ഒന്നിനും വില കുറവൊന്നുമില്ലേ. ഈ മാലകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഒന്നിന് 50 രൂപ, അങ്ങനെയൊക്കെ കുറേ മാലകളൊക്കെ കണ്ടു. ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല കേട്ടോ. ഈ നെക്ലേസ് ടൈപ്പ് മാലകൾ, ബാഗുകളൊക്കെ ഉണ്ട്. പിന്നെ ചിലതിനൊക്കെ നല്ല റേറ്റാണ്. ഐസ്ക്രീമൊക്കെ ഒന്നിന് 60, 70 ഒക്കെ പറയുന്നത്. ശരിക്കും നമ്മുടെ 30, 20 ഒക്കെ അങ്ങനെ കുറച്ച് തോന്നി കേട്ടോ. പിന്നെ അവരെ പറയാൻ പറ്റില്ല, ഏതെങ്കിലും കൊല്ലത്തിലൊരിക്കലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ റേറ്റ് കൂട്ടിയില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ. പിന്നെ എന്താ കമ്മലോൾ ഇത് കണ്ടില്ലേ, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്വസ്ഥതയായിട്ട് നിന്ന് കാണണം. ഇങ്ങനെ തിരക്ക് പിടിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങളാണെങ്കിൽ പെട്ടെന്നൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് ഒരുവിധം എല്ലാവരുടെയും കണ്ണോടിച്ച് വന്നിട്ട് ഈ ബൊമ്മകൾക്കൊക്കെ 100, 150 അങ്ങനെയൊക്കെ ആട്ടോ. വേദൂന് എന്താ പുലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം, പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവൻ അവിടുന്ന് മാറ്റി. പിന്നെ കമ്മൽ വേണോ ചോദിച്ചു ബേബിയോട്. അപ്പോൾ അവൾക്ക് അതൊന്നും വേണ്ട, കമ്മലൊന്നും അവൾക്ക് വേണ്ട. ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കണേ ഇല്ല. പിന്നെ ഇതാണ് മായാലോകം കുട്ടികളുടെ. പിന്നെ നമുക്കും ഉണ്ട് കേട്ടോ, ക്രാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് പറ്റിയ ഐറ്റംസും ഒരുപാടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി. കാരണം നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുമോ പൈസ ഇല്ലയെന്ന് കയ്യിൽ? കാരണം അവർക്കറിയില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായമാണോ. വേദുവിൻ്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്. ബേബിക്ക് പിന്നെ കുഴപ്പമില്ല, അവളോട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങി കൊടുത്തു. പിന്നെ അതിലവൻ തൃപ്തിപ്പെട്ടു, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്.